വെൽക്കം ടു മൂവി ബ്രാൻഡ്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി നടന്നുവരുന്ന കുടുംബ പ്രശ്നങ്ങൾക്ക് അവസാനം എന്നോണമാണ് ചെന്നൈ ചെങ്കൽപ്പേട്ട് കോടതിയിൽ സംഗീത വിവാഹമോചന ഹർജി സമർപ്പിച്ചത്. ഭാര്യ സംഗീത സ്വർണലിംഗം നൽകിയ വിവാഹമോചന ഹർജിയിൽ ആദ്യത്തെ ഹിയറിംഗ് നടക്കുക ഈ ഏപ്രിൽ 20-നാണ്. 27 വർഷങ്ങൾക്ക് മുൻപാണ് സംഗീതയും വിജയും ചെന്നൈയിൽ വെച്ച് വിവാഹിതരായത്. നടൻ വിജയും പേര് പരാമർശിക്കാത്ത നടിയുമായി വിവാഹേതര ബന്ധമുണ്ടെന്ന കാര്യമാണ് വിവാഹമോചനം ആവശ്യപ്പെട്ടുകൊണ്ട് സംഗീത മുന്നോട്ട് വെച്ച കാരണം. ഇരുവരുടെയും ബന്ധത്തിൽ വിള്ളൽ വീണുവെന്നുള്ള വാർത്തകൾ നേരത്തെ തന്നെ ശക്തമായിരുന്നു. എന്നാൽ വിജയോ ഭാര്യയോ ഇതിനോട് പ്രതികരിച്ചിരുന്നില്ല. അതിനിടയിലാണ് ഇപ്പോൾ സംഗീത നിയമപരമായി നീങ്ങിയിരിക്കുന്നത്. വിവാഹമോചന കേസ് പുറത്തുവന്നതോടെ വിജയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും കമന്റുകൾ വന്നു. കൂടാതെ വിജയെ പിന്തുണയ്ക്കുന്നവർ സംഗീതയെ കുറ്റം പറയാൻ തുടങ്ങി. ഇതിനിടയിലാണ് ഒരു കല്യാണ ഫംഗ്ഷന് വിജയ് തൃഷയ്ക്കൊപ്പം എത്തിയത്. ഭാര്യയുടെ വികാരത്തിന് ഒരു വിലയും നൽകാത്ത വിജയ്ക്കെതിരെയുള്ള വിമർശനം അതോടെ കടുത്തു. ഇപ്പോഴിതാ ഈ വിഷയത്തിൽ ആദ്യമായി പ്രതികരിച്ചിരിക്കുകയാണ് വിജയ്. അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ സ്ത്രീകളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു വിജയ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എന്റെ പ്രശ്നം നിങ്ങളെ ബാധിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അതോർത്ത് നിങ്ങൾ വേദനിക്കരുത് എന്ന് വിജയ് പറഞ്ഞു. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എന്റെ കാര്യത്തിലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനോടെല്ലാം പോരാടി നിങ്ങൾ വേദനിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. അത് കാണുമ്പോഴാണ് എനിക്ക് കൂടുതൽ വേദന തോന്നുന്നത്. അതെല്ലാം ഞാൻ നോക്കിക്കോളാം. നമ്മൾ നിങ്ങളും ഞങ്ങളും ചേർന്ന് ജനങ്ങളുടെ പ്രശ്നങ്ങൾ തീർക്കുന്നത് മാത്രം നോക്കാം. അക്കാര്യത്തിലൊന്നും ആരും അധികം വേദനിക്കേണ്ട, അത്രയ്ക്ക് വിലയൊന്നും അതിന് കൊടുക്കേണ്ട. ആത്മവിശ്വാസത്തോടെ ഇരിക്കൂ, നല്ലത് മാത്രം നടക്കും, വിജയം ഉറപ്പാണ് എന്നായിരുന്നു വിജയ് പറഞ്ഞത്. എന്നാൽ വിജയുടെ പ്രതികരണം വലിയ വിവാദങ്ങൾക്ക് കാരണമായി. താരത്തിന്റെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ അദ്ദേഹം നടത്തിയ പ്രതികരണം തെറ്റായ മാതൃകയാണെന്ന് ചൂണ്ടിക്കാട്ടി TVK നേതാവ് രഞ്ജന നാച്ചിയാർ രംഗത്തെത്തി. വനിതാ ദിന സന്ദേശത്തിനിടെയാണ് രഞ്ജന പാർട്ടി അധ്യക്ഷനെതിരെ സംസാരിച്ചത്. ഈയിടെ BJP വിട്ട് TVKയിൽ ചേർന്ന നേതാവാണ് രഞ്ജന. സംഗീത വിവാഹമോചന ഹർജി കൊടുത്ത ദിവസങ്ങൾക്ക് ശേഷം ചെന്നൈയിൽ നടന്ന ഒരു വിവാഹ സൽക്കാരത്തിൽ തൃഷയും വിജയും ഒരുമിച്ചെത്തിയും മടങ്ങിയതും ചർച്ചയായിരുന്നു. വിജയുടെ പരാമർശങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് അത് വിലമതിക്കുന്നില്ല എന്ന് പറയുന്നതിലൂടെ അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചത് എന്ന് രഞ്ജന ചോദിച്ചു. അത് വിലമതിക്കുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത് നേതാവേ? നിങ്ങളുടെ ഭാര്യയാണോ വിലമതിക്കാത്തത്, അതോ നിങ്ങളുടെ വിവാഹത്തെയോ എന്നാണ് രഞ്ജന ചോദിച്ചത്. സ്ത്രീകളെ ശാക്തീകരിക്കുമെന്ന വിജയുടെ പരസ്യ വാഗ്ദാനങ്ങളും അദ്ദേഹത്തിന്റെ സമീപകാല പ്രസ്താവനകളും തമ്മിൽ വലിയ വൈരുദ്ധ്യമുണ്ടെന്ന് രഞ്ജന നാച്ചിയാർ ചൂണ്ടിക്കാട്ടി. സ്ത്രീകളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുമെന്ന് പറയുന്ന ഒരു നേതാവ് സ്വന്തം കുടുംബത്തെ സംബന്ധിച്ച കാര്യങ്ങളിൽ വാക്കുകളിൽ മാന്യത പുലർത്തുന്നതിൽ പരാജയപ്പെടുന്നത് അംഗീകരിക്കാനാവില്ല എന്ന് രഞ്ജന പറഞ്ഞു. വിജയ് പ്രഖ്യാപിച്ച ക്ഷേമ പദ്ധതികളെയും രഞ്ജന പരിഹസിച്ചു. വീടുകളിൽ സൗജന്യ LPG സിലിണ്ടറുകൾ നൽകുമെന്ന് വിജയ് വാഗ്ദാനം ചെയ്യുമ്പോഴും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് സ്വന്തം വീട്ടിൽ പ്രവേശിക്കാൻ കോടതിയെ സമീപിക്കേണ്ടി വന്നുവെന്ന റിപ്പോർട്ടുകൾ മുൻനിർത്തിയാണ് രഞ്ജനയുടെ വിമർശനം. പുറമെ സ്ത്രീപക്ഷം പറയുന്നവർ സ്വന്തം ജീവിതത്തിലും ആ അന്തസ്സ് ഉയർത്തിപ്പിടിക്കണമെന്ന് രഞ്ജന മുന്നറിയിപ്പ് നൽകി. ഒരു രാഷ്ട്രീയ നേതാവിന്റെ വാക്കുകൾ കേവലം വ്യക്തിപരമായ കാര്യങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്നതല്ലെന്നും അവ സമൂഹത്തെ മൊത്തത്തിൽ സ്വാധീനിക്കുമെന്നും രഞ്ജന നാച്ചിയാർ ഓർമ്മിപ്പിച്ചു. ഒരു നേതാവ് സംസാരിക്കുന്ന ഓരോ വാക്കും ഒരു കുടുംബത്തിലല്ല, മറിച്ച് സമൂഹത്തിലാകെയാണ് പ്രതിധ്വനിക്കുന്നത് എന്നും രഞ്ജന പറഞ്ഞു. സ്ത്രീകളെയും വിവാഹത്തെയും സംബന്ധിച്ച കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ വാക്കുകളിൽ അന്തസ്സും മാന്യതയും പുലർത്താൻ വിജയ് തയ്യാറാകണമെന്നും രഞ്ജന ആവശ്യപ്പെട്ടു. വിജയെ പോലെ സോഷ്യൽ മീഡിയയിൽ വലിയ സ്വാധീനമുള്ള ഒരാളുടെ വാക്കുകൾ യുവാക്കളെ, പ്രത്യേകിച്ച് ജെൻസി വിഭാഗത്തെ തെറ്റായ രീതിയിൽ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്ന് രഞ്ജന മുന്നറിയിപ്പ് നൽകി. ബന്ധങ്ങളെയും വിവാഹത്തെയും കുറിച്ച് നേതാക്കൾ നടത്തുന്ന നിരുത്തരവാദപരമായ പരാമർശങ്ങൾ യുവാക്കൾക്കിടയിൽ തെറ്റായ മനോഭാവം വളർത്താൻ കാരണമാകുമെന്നും രഞ്ജന കൂട്ടിച്ചേർത്തു. അതേസമയം നടൻ വിജയ്ക്കെതിരെ ഭാര്യ സംഗീത വിവാഹമോചന ഹർജി സമർപ്പിച്ചതോടെ നടനും നടി തൃഷയും തമ്മിലുള്ള പ്രണയ ഗോസിപ്പുകൾ കൂടുതൽ ശക്തി പ്രാപിച്ചു. 25 വർഷത്തോളമായി തെന്നിന്ത്യൻ സിനിമയിൽ താരറാണി പട്ടം ചൂടിയിരിക്കുന്ന തൃഷയുടെ ഏറ്റവും വലിയ ഹിറ്റുകൾ സംഭവിച്ചത് വിജയ്ക്കൊപ്പമായിരുന്നു. സംഗീതയുമായുള്ള ബന്ധം വേർപ്പെടുത്തിയ ശേഷം വിജയ് തൃഷയെ ജീവിതത്തിലേക്ക് കൂട്ടുമോ എന്ന ചോദ്യവും സിനിമാ പ്രേമികളിൽ നിന്നും ഉയരുന്നുണ്ട്. അടുത്തിടെ നടന്ന ഒരു അവാർഡ് ദാന ചടങ്ങിനിടെ തൃഷയെക്കുറിച്ച് നടൻ പാർത്ഥിബൻ നടത്തിയ പരാമർശം പുതിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരുന്നു. മുൻപ് തന്നോടൊപ്പം അഭിനയിച്ച അഭിനേതാക്കളെ കുറിച്ച് സംസാരിക്കവെയാണ് തൃഷയെക്കുറിച്ചും പാർത്ഥിബൻ സംസാരിച്ചത്.
ഇരുവരും പൊന്നിയിൻ സെൽവനിൽ ഒരുമിച്ച് അഭിനയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പൊന്നിയിൻ സെൽവനിൽ തൃഷയുടെ കഥാപാത്രമായിരുന്ന കുന്തവൈ എന്ന കഥാപാത്രത്തിന്റെ പേര് പരാമർശിച്ചായിരുന്നു പാർത്ഥിപന്റെ പ്രതികരണം. ചിത്രത്തിൽ ചിന്ന പഴുവേട്ടരായിട്ടായിരുന്നു പാർത്ഥിപൻ എത്തിയത്. ഈ കുന്തവയെ കുറച്ചു ദിവസം വീട്ടിലിരുത്തുന്നതാണ് നല്ലത്, അവൾ പുറത്തിറങ്ങാതിരിക്കുന്നതാണ് നല്ലത്, കാരണം അത് ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു എന്നായിരുന്നു പാർത്ഥിപന്റെ പരാമർശം. സംഭവം സോഷ്യൽ മീഡിയയിൽ പെട്ടെന്ന് വൈറലാകുകയും പാർത്ഥിപനെ വിമർശിച്ചും അനുകൂലിച്ചും ആളുകൾ എത്തുകയും ചെയ്തു. പിന്നാലെ മറുപടിയുമായി തൃഷ എത്തി. കയ്യിൽ മൈക്കുള്ളതുകൊണ്ട് അതിലൂടെ ഒരാൾ നടത്തുന്ന പരാമർശം വലിയ ബുദ്ധിയുള്ള പരാമർശമോ തമാശയോ ആകുന്നില്ല, മറിച്ച് അയാൾ പറയുന്ന വിഡ്ഢിത്തം കുറച്ചുകൂടി ഉറക്കെ കേൾക്കാം എന്ന് മാത്രം എന്നാണ് തൃഷ തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ കുറിച്ചത്. പാർത്ഥിപന്റെ പേര് പരാമർശിക്കാതെയായിരുന്നു തൃഷയുടെ മറുപടി. ഇത്തരം തരംതാണ പരാമർശങ്ങൾ ആരെയാണോ ലക്ഷ്യം വെക്കുന്നത് അവരെക്കാൾ ഉപരി പറയുന്ന ആളുടെ നിലവാരത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നും തൃഷ കുറിച്ചു. ഈ അഭ്യൂഹങ്ങൾ വർദ്ധിക്കുന്നതിനിടെയാണ് വ്യവസായിയും ചലച്ചിത്ര നിർമ്മാതാവുമായ കൽപ്പാത്തി സുരേഷിന്റെയും മീനാക്ഷി സുരേഷിന്റെ മകന്റെ വിവാഹ സൽക്കാരത്തിൽ തൃഷ വിജയ്ക്കൊപ്പം പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടത്. ഇരുവരും ഒരുമിച്ച് വേദിയിലെത്തുകയും നവദമ്പതികൾക്കൊപ്പം ഫോട്ടോ എടുക്കുകയും ഒരുമിച്ച് തിരിച്ചു പോവുകയും ചെയ്തു. അതേസമയം രാഷ്ട്രീയ പ്രേരിതമാണ് നിലവിലെ വിവാദങ്ങളെന്നും വിജയ് തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനിരിക്കെ കുടുംബ പ്രശ്നങ്ങൾ വാർത്തയാകുന്നതിൽ ദുരൂഹതയുണ്ട് എന്നുമാണ് TVK പാർട്ടി പ്രവർത്തകർ പറയുന്നത്. തമിഴ് സിനിമാ ലോകത്തെ സൂപ്പർ ജോഡികളായിരുന്നു വിജയും തൃഷയും. ലിയോയിലാണ് ഇരുവരും അവസാനമായി ഒന്നിച്ച് പ്രത്യക്ഷപ്പെട്ടത്. വിജയ് തനിക്ക് തന്റെ കംഫർട്ട് സോൺ ആണെന്നും വീടാണെന്നും ആശ്വാസമാണെന്നും സ്നേഹ ബഹുമാനങ്ങൾ തനിക്ക് താരത്തോടുണ്ടെന്നും തൃഷ നേരത്തെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. 2 പതിറ്റാണ്ടിലേറെ നീണ്ട സൗഹൃദം തനിക്ക് വിജയിയോടുണ്ടെന്നും താരം അഭിമുഖങ്ങളിൽ വെളിപ്പെടുത്തിയിരുന്നു. അതേസമയം തൃഷ 3 വർഷം മുൻപ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞ വാക്കുകളും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരുന്നു. പൊന്നിയിൻ സെൽവനിൽ കുന്തവി എന്ന കഥാപാത്രം നന്ദിനിയുടെയും ആദിത്യ കരികാലന്റെയും പ്രണയം തകർത്തതുപോലെ തൃഷ ജീവിതത്തിൽ ആരുടെയെങ്കിലും പ്രണയം തകർത്തിട്ടുണ്ടോ എന്നായിരുന്നു ആങ്കറുടെ ചോദ്യം. ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. മറ്റൊരാളുടെ പ്രണയത്തിൽ ഞാൻ ഇടപെടാറില്ല. എനിക്കതിൽ താല്പര്യവുമില്ല. ആരെയും പിരിച്ചിട്ടില്ല. പക്ഷേ ഒരുപാട് പേരെ ഒന്നിപ്പിച്ചിട്ടുണ്ടെന്ന് തൃഷ അന്ന് പറഞ്ഞു. തൃഷ പറഞ്ഞത് ശരിയാണെന്നും തന്നെയും ആരതിയെയും ഒന്നിപ്പിച്ചത് തൃഷയാണെന്നും അന്ന് നടൻ രവി മോഹനും പറഞ്ഞിരുന്നു. തനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ദമ്പതികളാണ് രവിയും ആരതിയും എന്നും തൃഷ അഭിപ്രായപ്പെട്ടു. അതേസമയം രവി മോഹനും ആരതി രവിയും വിവാഹമോചനത്തിന്റെ വക്കിലാണ്. ഡിവോഴ്സ് കേസ് കോടതിയിലാണ്. ആരതിയുമായി തനിക്കിനി ഒരു തരത്തിലും മുന്നോട്ടു പോകാൻ പറ്റില്ല എന്നാണ് രവി മോഹൻ പറയുന്നത്. പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ പരമാവധി ശ്രമിച്ചിട്ടും കൂടിക്കാഴ്ചയ്ക്ക് പോലും രവി മോഹൻ തയ്യാറാകുന്നില്ല എന്ന് ആരതി പറഞ്ഞു. വിജയ് തനിക്ക് പ്രിയപ്പെട്ട കോസ്റ്റാർ ആണെന്നാണ് ഇതുവരെയുള്ള അഭിമുഖങ്ങളിലെല്ലാം തൃഷ പറഞ്ഞിരുന്നത്. ഞങ്ങളുടെ ആദ്യ സിനിമ മുതൽ ഹിറ്റ് ജോഡി ആയല്ലോ, ഞങ്ങളെ വീണ്ടും സിനിമകളിൽ ഒരുമിച്ച് കാണണമെന്ന് ഒരുപാട് പേർ പറഞ്ഞിട്ടുണ്ട്. ഗില്ലി, തിരുപ്പാച്ചി തുടങ്ങിയ സിനിമകൾ എപ്പോൾ ടിവിയിൽ വന്നാലും എനിക്ക് ഒരുപാട് മെസ്സേജുകൾ വരും. വിജയിൽ എപ്പോഴും ഒരു ശാന്തത ഉണ്ട്. എന്ത് പ്രശ്നം വന്നാലും വിജയ് അത് കൈകാര്യം ചെയ്യുന്ന രീതി എനിക്കിഷ്ടമാണ്. ജീവിതത്തെ വിജയ് കൈകാര്യം ചെയ്യുന്ന രീതി എനിക്കിഷ്ടമാണ്. വിജയുടെ ഉള്ളിൽ എപ്പോഴും ഒരു സമാധാനം ഉണ്ടെന്നും തൃഷ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗില്ലി എന്ന സിനിമ ചെയ്യുമ്പോൾ എനിക്ക് വിജയുമായി അടുപ്പമില്ല. വിജയ് വളരെ ശാന്തനാണ്, സംസാരിക്കില്ല. സെറ്റിൽ വന്ന് തന്റെ ജോലി ചെയ്യും. പക്ഷേ ഗില്ലി ടീമിന് നന്ദി, കാരണം ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായി. വിജയ് എനിക്കെന്നും സ്പെഷ്യലാണ്, കാരണം എനിക്ക് ഏറ്റവും ഹിറ്റുകൾ ഉള്ളത് വിജയ്ക്കൊപ്പമാണ്. വളരെ കരുണയുള്ള വ്യക്തിയാണ്. ദേഷ്യപ്പെടുന്നത് ഞാൻ കണ്ടിട്ടില്ല. സെറ്റിൽ പ്രൊഫഷണലാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ താൻ എപ്പോഴും സ്നേഹത്തോടെ ഓർക്കുന്ന ആളുണ്ടാകും. അങ്ങനെ ഒരാളാണ് വിജയ് തനിക്കെന്നും ഒരിക്കൽ തൃഷ പറഞ്ഞിരുന്നു.